ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിന്റെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തിൽ നടക്കും. കേരളത്തിന്റെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തിൽ നടക്കും. 23 ഏപ്രിൽ 23 തീയതിയാണ് കേരളത്തിലെ വോട്ടെടുപ്പ്. ഏപ്രിൽ 23. വോട്ടെണ്ണൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കൊപ്പം മെയ് 23 നടക്കും. നമ്മുടെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നത്, അതായത് വിജ്ഞാപനം ഇറങ്ങുന്നത് 28 മാർച്ചിന് വിജ്ഞാപനം ഇറങ്ങും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി 4 തീയതി ഏപ്രിൽ 4 തീയതിയാണ്. അതിനുപോലെ സ്ക്രൂട്ടിനി സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കും. പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 8. വോട്ടെടുപ്പ് ഏപ്രിൽ 23 നടക്കും. ഒന്നുകൂടെ പറയാം, മൂന്നാം ഘട്ടത്തിലാണ് കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുക. മൂന്നാം ഘട്ടത്തിൽ കേരളത്തിൽ 28 തീയതി, അതായത് മാർച്ച് 28 കേരളത്തിൽ വിജ്ഞാപനം പുറത്തിറങ്ങും. അത് കഴിഞ്ഞാൽ 4 തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസരമാണ്. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 5 സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി. 23 വോട്ടെണ്ണൽ നടക്കും. ഏപ്രിൽ 23 മൂന്നാം ഘട്ടത്തിൽ തന്നെ ഏപ്രിൽ 23 വോട്ടെണ്ണൽ നടക്കുകയും ഡിസംബർ 23 മെയ് 23 എല്ലാ സംസ്ഥാനങ്ങൾക്കൊപ്പം കേരളത്തിലും വോട്ടെണ്ണൽ നടക്കുകയും ചെയ്യും. കേരളത്തിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ഏപ്രിൽ 23 ലോക്സഭാ വോട്ടെടുപ്പ് നടക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം കേരളത്തിൽ ഏപ്രിൽ 23 തീയതിയാണ്. ഏപ്രിൽ 23 തീയതിയാണ് കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകേണ്ടി വരിക. ഏപ്രിൽ 23 തീയതി. മെയ് 23 കൃത്യം ഒരു മാസത്തിന് ശേഷം മെയ് 23 നമ്മൾ വോട്ടെണ്ണൽ നടക്കുക. ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ഫലമറിയുക ഒരു മാസത്തിന് ശേഷമായിട്ടായിരിക്കും. 7 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇത്തവണ നടക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങൾ കൂടെ പറയുകയാണ്. TJ ശ്രീലാൽ വിവരങ്ങൾ നൽകും. M ഉണ്ണികൃഷ്ണൻ അവിടെ നിന്ന് നമ്മോടൊപ്പം ചേരും. കേരളം മൂന്നാം ഘട്ടത്തിലാണ്. കേരളത്തിന് മുമ്പ് 2 ഘട്ടങ്ങളിലായിട്ട് വിവിധ സംസ്ഥാനങ്ങൾ വോട്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കും. 23 തീയതിയാണ് ഏപ്രിൽ 23 തീയതിയാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. ഒരു മാസത്തിന് ശേഷം, കൃത്യം ഒരു മാസത്തിന് ശേഷം മെയ് 23 തീയതി നമ്മൾ ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ ഫലം എന്താണെന്ന് അറിയും. ശ്രീലാൽ, വിശദാംശങ്ങൾ. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2009 ഇതുപോലെ ഒരു മാസം നമ്മൾ കാത്തിരുന്നു ഫലം അറിയുന്നതിന്. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആകെ 7 ഘട്ടത്തിലാണ് ഇത്തവണ ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 91 ബൂത്തുകൾ 91 സീറ്റുകളിലായി 20 സംസ്ഥാനങ്ങളിലെ 91 സീറ്റുകളിലാണ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ 13 സംസ്ഥാനങ്ങളിലെ 97 സീറ്റുകളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കും. മൂന്നാം ഘട്ടത്തിൽ 14 സംസ്ഥാനങ്ങളിലെ 115 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നാലാം ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിലെ 71 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കും. അഞ്ചാം ഘട്ടത്തിൽ 7 സംസ്ഥാനങ്ങളിലെ 51 സീറ്റുകളിൽ, ആറാം ഘട്ടത്തിൽ 7 സംസ്ഥാനങ്ങളിലെ 59 സീറ്റുകളിലും, ഏഴാം ഘട്ടത്തിൽ 8 സംസ്ഥാനങ്ങളിലെ 59 സീറ്റുകളിലും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പശ്ചിമ ബംഗാളിൽ ആണ് എല്ലാ ഘട്ടത്തിലും ബീഹാർ, UP, പശ്ചിമ ബംഗാൾ എന്നീ 3 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് എല്ലാ ഘട്ടത്തിലുമായിട്ടാണ് നടക്കുക. ഈ 7 ഘട്ടത്തിലും ഈ 3 സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് നടക്കും. എന്തായാലും കേരളത്തിന്റെ തീയതികൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നു. കേരളത്തിൽ വിജ്ഞാപനം പുറത്തിറങ്ങുക, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങുക മാർച്ച് 28 തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 4. അത് കഴിഞ്ഞാൽ ഏപ്രിൽ 5 സൂക്ഷ്മ പരിശോധന നടക്കും. ഏപ്രിൽ 8 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി. അതോടൊപ്പം വോട്ടെടുപ്പ് നടക്കും ഏപ്രിൽ 23. മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം, എല്ലാ സംസ്ഥാനങ്ങൾക്കൊപ്പം ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ മെയ് 23 ഫലം അറിയുകയും ചെയ്യും. കേരളത്തിൽ ഏപ്രിൽ 23 തീയതിയാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ 23 തീയതി നടക്കും. ഏപ്രിൽ 23 തീയതിയാണ് നമ്മൾക്ക് വോട്ടിംഗ് ബൂത്തിലേക്ക് പോകേണ്ടി വരിക. കേരളത്തിലെ വോട്ടർമാർ വോട്ട് സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടത് ഏപ്രിൽ 23 തീയതിയാണ്. ഇനി അത്ര ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏപ്രിൽ 23 വോട്ട് രേഖപ്പെടുത്തിയ നമുക്ക് ഒരു മാസം കാത്തിരുന്ന് മെയ് 23 തീയതിയാണ് ഫലപ്രഖ്യാപനം അല്ലെങ്കിൽ ഫലമറിയാൻ സാധിക്കുക. രാജ്യത്തിൽ എല്ലാ മണ്ഡലങ്ങളിലെയും ഫലമറിയുക മെയ് 23 തീയതിയാണ്. 7 ഘട്ടങ്ങളിലായിട്ടാണ് ഇത്തവണ വോട്ടെടുപ്പ് നടക്കുക. രാജ്യത്താകെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായിട്ട്. ഒന്നാം ഘട്ടത്തിൽ സിക്കിം, തെലങ്കാന, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലാണ് ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ശ്രീലാൽ നൽകും. ശ്രീലാൽ. സനീഷ്, ഒന്നാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കേരളം, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, പഞ്ചാബ്, സിക്കിം, തെലങ്കാന, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്,
ആൻഡമാൻ നിക്കോബാർ, ദാദർ നഗർ ഹവേലി, ദാമൻ ദ്യൂ, ലക്ഷദ്വീപ്, ഡൽഹി, പോണ്ടിച്ചേരി, ചണ്ഡിഗഡ് ഈ സംസ്ഥാനങ്ങളിൽ, ഈ 22 സംസ്ഥാനങ്ങളിലാണ് ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണ ഒരു ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന കർണാടകയിൽ ഇത്തവണ 2 ഘട്ടത്തിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കർണാടകയ്ക്കൊപ്പം തന്നെ 4 സംസ്ഥാനങ്ങൾ, കർണാടക, മണിപ്പൂർ, രാജസ്ഥാൻ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിൽ 2 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നു. അതോടൊപ്പം തന്നെ 3 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നത് 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ്, അസാമിലും ഛത്തീസ്ഗഡിലും. അത് രണ്ടിടത്തും ചില പ്രശ്നങ്ങൾ. അവിടെ എം ഉണ്ണികൃഷ്ണൻ കൂടെ നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, അതായത് 7 ഘട്ടങ്ങളിലായുള്ള തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ 3ാം ഘട്ടത്തിൽ ഏപ്രിൽ 23-ന് തിരഞ്ഞെടുപ്പ് നടക്കുകയും വോട്ടെണ്ണൽ മെയ് 23-ന് നടക്കും. എല്ലായിടത്തുമുള്ള വോട്ടെണ്ണൽ മെയ് 23-നാണ് നടക്കുക. സംസ്ഥാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ഘട്ടമായി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളമടക്കം 21 സംസ്ഥാനങ്ങളിലാണ്. 2 ഘട്ടങ്ങളിലായി കർണാടക, മണിപ്പൂർ, രാജസ്ഥാൻ, ത്രിപുര എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. 3 ഘട്ടങ്ങളിലായി അസമിലും ഛത്തീസ്ഗഡിലും തിരഞ്ഞെടുപ്പ് നടക്കും. ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ 4 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ്. ജമ്മു കാശ്മീരിൽ 5 ഘട്ടം, 6 ഘട്ടമായി ഒരു സംസ്ഥാനത്തും തിരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. എന്നാൽ 7 ഘട്ടങ്ങളിലായി UP, ബീഹാർ, പശ്ചിമ ബംഗാൾ വലിയ സംസ്ഥാനങ്ങളിൽ 7 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനൊപ്പം പ്രഖ്യാപിച്ചിട്ടില്ല. അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത് വ്യത്യസ്തമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ജമ്മു കാശ്മീരിൽ നടക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. 1ാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെ 25, അരുണാചലിലെ 2, അസം 5, ബീഹാർ 4, ഛത്തീസ്ഗഡ് 1, ജമ്മു കാശ്മീർ 2, മഹാരാഷ്ട്ര 7, മണിപ്പൂർ 1 തുടങ്ങി അങ്ങനെ 91 മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 18-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. 97 മണ്ഡലങ്ങൾ, 13 സംസ്ഥാനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതോടൊപ്പം തന്നെ 3ാം ഘട്ടത്തിൽ ഏപ്രിൽ 23-ന് നടക്കുന്ന വോട്ടെണ്ണലിൽ കേരളമടക്കം കേരളത്തിലെ 20 മണ്ഡലങ്ങളടക്കം 150 മണ്ഡലങ്ങളാണ് 3ാം ഘട്ടത്തിൽ ജനവിധി എഴുതുക. 14 സംസ്ഥാനങ്ങളാണ് 3ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നത്. 4ാം ഘട്ടം ഏപ്രിൽ 29-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 71 മണ്ഡലങ്ങൾ 9 സംസ്ഥാനങ്ങളിൽ. 5ാം ഘട്ടത്തിൽ മെയ് 6-ന് വോട്ടെണ്ണൽ, 51 മണ്ഡലങ്ങൾ 7 സംസ്ഥാനങ്ങൾ. 6ാം ഘട്ടത്തിൽ മെയ് 12, 59 മണ്ഡലങ്ങൾ 7 സംസ്ഥാനങ്ങൾ. 7ാം ഘട്ടത്തിൽ മെയ് 19-ന് വോട്ടെടുപ്പ്, അതാണ് അവസാനഘട്ട വോട്ടെടുപ്പ്, 59 മണ്ഡലങ്ങൾ 8 സംസ്ഥാനങ്ങൾ. വോട്ടെണ്ണൽ മെയ് 23-ന് നടക്കുകയും ചെയ്യും. ഏതായാലും ഇത് കഴിഞ്ഞ തവണ 9 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ഇത്തവണ 2 ഘട്ടങ്ങൾ കുറവ് വന്നിരിക്കുന്നു. 7 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. സേനാ വിന്യാസം പരിഗണിച്ചുകൊണ്ടാണ് 7 ഘട്ടങ്ങൾ കൃത്യമായി തീയതികൾ വിന്യസിച്ചുകൊണ്ടുള്ള ഈ കണക്ക്. ഏതായാലും കേരളത്തിൽ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെങ്കിൽ അത് 3ാം ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ അല്പം കൂടി വൈകിയാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നത്. വിഷുവിനും ഈസ്റ്ററിനും ശേഷം തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. സനീഷ്, അതാണ് കേരളത്തിൽ 23-ാം തീയതി, ഏപ്രിൽ 23-ാം തീയതിയാണ് വോട്ടെടുപ്പ്. മെയ് 23-ാം തീയതി നമ്മൾ ഫലമറിയും. തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങൾ, തീയതികളുടെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ണി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്? ഈ പെരുമാറ്റച്ചട്ടം ഇന്ന് തൊട്ട് നിലവിൽ വന്നു എന്നതടക്കമുള്ള വിശദാംശങ്ങൾ, സോഷ്യൽ മീഡിയയിലെ പ്രചരണത്തിന് പോലുമുള്ള അതികർക്കശമായിട്ടുള്ള പെരുമാറ്റച്ചട്ട ഏർപ്പെടുത്തൽ, ഇത്തരം കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ. ഉണ്ണി, മറ്റ് വിശദാംശങ്ങൾ എന്താണ്? ഉണ്ണിയിലേക്ക് തിരിച്ചു വരാം. ശ്രീലാൽ, മറ്റ് വിവരങ്ങൾ എന്താ? സനീഷ്, ഇക്കാര്യത്തിൽ എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങൾ, അതായത് ഈ ഡേറ്റുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർണാടകയാണ്. കർണാടക കഴിഞ്ഞ തവണ ഒറ്റഘട്ടത്തിൽ നടന്ന സംസ്ഥാനമാണ്. ഒറ്റഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന സംസ്ഥാനത്ത് ഇത്തവണ 2 ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതായത് കർണാടകത്തിൽ BJPക്ക് ചില താല്പര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ചില പ്രതിസന്ധികൾ അവിടെ ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഒരു പക്ഷേ കർണാടകത്തിൽ 2 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ 3 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന ജാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ ഈ 4 സംസ്ഥാനങ്ങൾ ഇത്തവണ അത് 4 ഘട്ടങ്ങളിലായിട്ടാണ്. 3 ഘട്ടങ്ങളായിരുന്നു കഴിഞ്ഞ തവണയെങ്കിൽ ഇത്തവണ 4 ഘട്ടങ്ങളിലേക്ക് മാറിയിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ തവണ നടന്നതുപോലെ ഒരു ഘട്ടത്തിൽ തന്നെ 5 ഘട്ടത്തിൽ, കഴിഞ്ഞ തവണയും 5 ഘട്ടത്തിൽ തന്നെയാണ് ജമ്മു കാശ്മീരിൽ നടന്നത്. ഇത്തവണയും അതേപോലെ തന്നെ 5 ഘട്ടത്തിലായി നടക്കുന്നു. UP, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എന്നീ വലിയ 3 സംസ്ഥാനങ്ങളിലാണ് ഇത്തവണ എല്ലാ ഘട്ടങ്ങളിലുമായി, അത് 7 ഘട്ടത്തിലും പിരിച്ച് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ഇത്. ഈ 3 ബീഹാർ, UP,
വെസ്റ്റ് ബംഗാൾ സംസ്ഥാനങ്ങളാണ്. ഇനി സനീഷ് നേരത്തെ ചോദിച്ചതുപോലെ എന്തൊക്കെ ഇത്തവണ പുതിയ നടപടികൾ ക്രമങ്ങൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള അതേ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തവണയും. ആ നിബന്ധനകളെല്ലാം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സമൂഹ മാധ്യമമാണ് ഇത്തവണ വളരെ പ്രധാനമായും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിന്റെ കാര്യം വരുമ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ നടത്തുന്ന പ്രചാരണങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഏതൊരു പ്രചാരണവും ഇത്തവണ ഈ സ്ഥാനാർത്ഥിയുടെയും പാർട്ടിയുടെയും ചെലവിന്റെ ഭാഗമായി കൂടി കണക്കാക്കപ്പെടും എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് ഓൺലൈൻ സൈറ്റുകളായാലും ഏത് രീതിയിലുള്ള ഏത് പ്രചാരണമായാലും ഡിജിറ്റൽ പ്രചാരണങ്ങളെല്ലാം തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പരിധിയിൽ വന്നിരിക്കുന്നു. ചിലവിന്റെ പരിധിയിൽ അതും വന്നിരിക്കുന്നു. ഡിജിറ്റൽ പ്രചാരണങ്ങളും ഇത്തവണ സ്ഥാനാർത്ഥിയുടെയും അതോടൊപ്പം തന്നെ ഈ പാർട്ടിയുടെയും ചെലവിന്റെ ഭാഗമായി കൊണ്ടുവരും. സോഷ്യൽ മീഡിയയിൽ, അതായത് ട്വിറ്ററിനോടും ഒപ്പം തന്നെ ഫേസ്ബുക്ക് അടക്കമുള്ള നവമാധ്യമങ്ങളോടും ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിച്ചു കഴിഞ്ഞു. അവരിലൂടെ നടത്തുന്ന പ്രചാരണങ്ങളുടെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ നവമാധ്യമങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും എന്നുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തവണ ഏറ്റവും പ്രധാനമായും മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടു കഴിഞ്ഞാൽ സാധാരണ പൗരന് പോലും അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാം. ഇവർ അറിയിച്ചു കഴിഞ്ഞാൽ 100 മിനിറ്റിനുള്ളിൽ ഇത് സംബന്ധിച്ച് പരിശോധിച്ച് നടപടിയെടുത്തത്, അതായത് ഈ വോട്ടർക്ക് പണം കൈമാറുന്ന അടക്കമുള്ള നടപടികൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഒരു പ്രത്യേക നമ്പർ എന്തായാലും നിലവിൽ വരും. ആ നമ്പറിലേക്ക് വീഡിയോ എടുത്തോ സന്ദേശമായോ നമുക്ക് അയക്കാവുന്നതാണ്. ആ സന്ദേശം അയച്ച ആളുടെ പേര് അയാൾക്ക് താല്പര്യമില്ല എങ്കിൽ അത് രഹസ്യമായി വയ്ക്കുമെന്നുള്ള ഉറപ്പും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു. ഇങ്ങനെ ജനങ്ങളെ കൂടി വോട്ടർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ പെരുമാറ്റച്ചട്ട ലംഘനത്തിനുള്ള ഒരു പ്രതിവിധി എന്ന നിലയ്ക്കുള്ള ഒരു പുതിയ ആലോചന കൂടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തവണ നടത്തിയിരിക്കുന്നു. ഞാൻ തിരിച്ചു വരാം ശ്രീലാൽ. 7 ഘട്ടങ്ങളിലായിട്ടാണ് രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. 1-ാം ഘട്ടം ഏപ്രിൽ 11-ാം തീയതി, 2-ാം ഘട്ടം ഏപ്രിൽ 18-ന്, 3-ാം ഘട്ടം ഏപ്രിൽ 23-ന്. ഈ 3-ാം ഘട്ടത്തിലാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്, ഏപ്രിൽ 23-ന്. 4-ാം ഘട്ടം ഏപ്രിൽ 29-ാം തീയതി, 5-ാം ഘട്ടം മെയ് 6-ാം തീയതി, 6-ാമത് ഘട്ടം മെയ് 12-ാം തീയതി, 7-ാം ഘട്ടം മെയ് 19-ാം തീയതി എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ ദിനങ്ങൾ. ഏപ്രിൽ 11 തുടങ്ങുന്ന വോട്ടെടുപ്പ് മെയ് 19-ാം തീയതിയാണ് അവസാനിക്കുക. 19 മെയ്ക്ക് അത് അവസാനിക്കുന്നു. അതാണ് മെയ് 23-ാം തീയതിയാണ് നമുക്ക് ഫലം അറിയാനാവുക. ഫലപ്രഖ്യാപന ദിവസം, വോട്ടെണ്ണൽ ദിവസം മെയ് 23-ാം തീയതിയാണ്. നമുക്ക് കേരളത്തിൽ ഉള്ള ആളുകൾക്ക് ഏപ്രിൽ 23-ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കൃത്യം ഒരു മാസം കഴിയുമ്പോൾ മെയ് 23-ാം തീയതി നമുക്ക് ഫലപ്രഖ്യാപനം അറിയാനാകും. ആരാണ് വിജയിച്ചത്, ആരാണ് തോറ്റത് എന്ന്. 7 ഘട്ടങ്ങളിലായിട്ട് ഏപ്രിൽ 11-ന് ആരംഭിച്ചിട്ട് മെയ് 19-ാം തീയതി വരെ ആണ് തെരഞ്ഞെടുപ്പ്. ശ്രീ ശശി തരൂർ സംസാരിക്കുകയാണ്. അതിലേക്ക് പല ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്നിട്ട് ഈ 5 വർഷക്കാലം കണ്ട നമ്മളുടെ അനുഭവത്തിനെ വീണ്ടും ആവർത്തിക്കാനാണ്. എനിക്കൊരു സംശയവുമില്ല, നമ്മൾ നന്നായി ജനങ്ങളോട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവർക്കും നല്ലപോലെ മനസ്സിലാക്കാൻ സാധിക്കും ഈ സർക്കാരിന് ഒരു 2ാം അവസരം ഒരിക്കലും കൊടുക്കരുത്. അതുകൊണ്ട് കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് എൻ്റെ വിശ്വാസം. ചൂട് ഭയങ്കരമായിരിക്കും. ഇപ്പോൾ ഇന്നാളെ ഞാൻ കണ്ടു, നമ്മളുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അഡ്വൈസറി 11 മണി മുതൽ 3 മണി വരെ വെളിയിൽ പോകണ്ടാണ്. പ്രചരണ സമയത്തിൻ്റെ ഒരു പീക്കാണ്. ഒരു 1:30-2 മണി വരെ എല്ലാവരും ഇറങ്ങും. സാധാരണ 3 മണിക്ക് വീണ്ടും ആരംഭിക്കും. അപ്പോൾ ഈ ചൂടിൻ്റെ ഒരു പ്രശ്നം ഒന്ന് സൂക്ഷിച്ച് നോക്കേണ്ടി വരും എല്ലാവർക്കും. എന്തായാലും നമ്മുടെ സന്ദേശം ജനങ്ങളുടെ കയ്യിൽ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും നമ്മളിപ്പോൾ ആരംഭിക്കാനുള്ള സമയമായി. ഈ 6 ആഴ്ച എൻ്റെ പാർട്ടി എന്തായാലും നല്ലപോലെ ഉപയോഗിക്കുന്നൊരു സംശയമില്ല. അല്ല, LDFിനെ പ്രഖ്യാപിച്ചു. നമ്മുടെ BJP സ്ഥാനാർത്ഥി ആണെന്ന് അറിയുമല്ലോ. അദ്ദേഹം രാജിവെച്ച് വരുന്നത് വീട്ടിലിരിക്കാനല്ലല്ലോ. അദ്ദേഹം എന്തായാലും ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് പിക്ചർ ക്ലിയർ ആണ്. ഇതാണ് നമ്മൾ സ്പഷ്ടമാണ്, ഇതാണ് ചെയ്യേണ്ടതെന്ന്. അതാണ് കേരളം 3-ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഏപ്രിൽ 23-ാം തീയതി. ഏപ്രിൽ 23-നാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടി വരിക. എല്ലാ കാര്യങ്ങളും ഇനി അതിവേഗത്തിലായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ, ശ്രീ ശശി തരൂരിനെ പോലുള്ള ആളുകൾ അത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു. LDF അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. UDFിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. ദിവസം ഇന്നതാണ് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഏപ്രിൽ 23-ാം തീയതി കേരളത്തിൽ മലയാളികൾ വോട്ട് രേഖപ്പെടുത്താനായി പോകും. നമ്മോടൊപ്പം വിവിധയിടങ്ങളിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന് M ഉണ്ണികൃഷ്ണൻ, എനിക്കൊപ്പം TJ ശ്രീലാൽ, തിരുവനന്തപുരത്ത് നിന്ന് TG സജിത്ത്, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ജേക്കബ് ജോർജ് കൂടെ ചേരും. ആദ്യം ഒന്നുകൂടെ M ഉണ്ണികൃഷ്ണനിലേക്ക് പോയതിനു ശേഷം, ഉണ്ണി, 23-ാം തീയതിയാണ്, ഏപ്രിൽ 23-ാം തീയതിയാണ് നമ്മുടെ വോട്ടെടുപ്പ് കേരളത്തിലേത്. മറ്റുള്ളിടങ്ങളിലെ വിശദാംശങ്ങൾ എന്താണ്? ഇത്തവണ പ്രത്യേകമായിട്ടുള്ള ഈ പെരുമാറ്റച്ചട്ട ഏർപ്പെടുത്തലുകളൊക്കെ എന്തൊക്കെയാണ്?
സനീഷ്, അതായത് പെരുമാറ്റച്ചട്ടങ്ങളിലുള്ള പ്രധാന ഇത്തവണത്തെ മാറ്റങ്ങളിൽ ഒന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണം കൃത്യമായി നിരീക്ഷിക്കാനുള്ള സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സ്ഥാനാർത്ഥിയും ബന്ധപ്പെട്ടവരും നടത്തുന്ന പരാമർശങ്ങൾ അത് പെരുമാറ്റച്ചട്ടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ സ്ഥാനാർത്ഥികൾ കൃത്യമായി കൈമാറണം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ. അതിൽ നടത്തുന്ന പ്രചാരണത്തിന്റെ ചിലവുകൾ കൂടി തിരഞ്ഞെടുപ്പ് ചിലവിന്റെ പരിധിയിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പൊതുജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം ഉണ്ടാവുകയാണെങ്കിൽ അത് കൃത്യമായി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിരീക്ഷകരെയും മറ്റും അറിയിക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഇതിന് മികച്ച പ്രതികരണം ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വ്യവസ്ഥ ഏർപ്പെടുത്തുന്നതെന്നും അതിന് മികച്ച പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഏതായാലും ഈ സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന്റെ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ കേരളമടക്കം 21 സംസ്ഥാനങ്ങളിൽ ഒരു ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടത്തിൽ കർണാടക, മണിപ്പൂർ, രാജസ്ഥാൻ, ത്രിപുര എന്നിവിടങ്ങളിൽ 2 ഘട്ടത്തിലായി തിരഞ്ഞെടുപ്പ് നടക്കും. അസം, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 ഘട്ടം, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഒഡീഷ എന്നിവിടങ്ങളിൽ 4 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജമ്മു കാശ്മീരിൽ 5 ഘട്ടം, ബീഹാർ, UP, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ 7 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കും. ഒപ്പം ഇന്നത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ വിവരങ്ങൾ കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒഡീഷ, അതോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ്, സിക്കിം, അരുണാചൽ എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളാണ് ഇതോടൊപ്പം നടക്കുക. ഉത്തർപ്രദേശും ബീഹാറും അടക്കമുള്ള വലിയ സംസ്ഥാനങ്ങളിലാണ് 7 ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളത്തിൽ 3ാം ഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുക. ഏപ്രിൽ 23-ന് വോട്ടെണ്ണൽ എല്ലായിടത്തും മെയ് 23-ന് നടക്കും. സനീഷ്, മെയ് 23-നാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 23-ാം തീയതി നമ്മുടെ നാട്ടിൽ വോട്ടെടുപ്പ് നടക്കും. തിരുവനന്തപുരത്ത് TG സജിത്ത് കൂടെ ചേരുന്നുണ്ട്. അതിന് മുമ്പ് ശ്രീലാൽ കൂട്ടിച്ചേർക്കാൻ വല്ലതും ഉണ്ടോ? അല്ല, ഉണ്ണിയോട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഉണ്ണി, ജമ്മു കാശ്മീരിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും പറയുകയുണ്ടായോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ശ്രീലാൽ, അതായത് ജമ്മു കാശ്മീരിൽ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടക്കില്ല. വളരെയധികം ആവശ്യമുയർന്നതാണ് അവിടുത്തെ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒന്നിച്ച് നടത്തണമെന്നുള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ 2 ദിവസങ്ങളിലായി സംസ്ഥാനം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്നിപ്പോൾ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ജമ്മു കാശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഒപ്പം ഉണ്ടാവുകയില്ല. അവിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വീണ്ടും കൂടുതൽ സമയം കമ്മീഷന്റെ പക്കലുണ്ട്. അതിനനുസരിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും അത് നടത്തുക എന്നുള്ളതാണ് അതിന് അടിസ്ഥാന കാരണമായി പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വേണം. അതുകൊണ്ടാണ് അവിടെ ഒന്നിൽ കൂടുതൽ ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇക്കുറി വേണ്ടെന്ന തീരുമാനം. തിരിച്ചു വരാം ഉണ്ണി താങ്കളിലേക്ക്. ഇനി 43 ദിവസം മാത്രമാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാനുള്ളത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ാം തീയതിയാണ്. TG സജിത്ത് കൂടെ ചേരുന്നു. സജിത്ത്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പൂർണ്ണമായിട്ടും സജ്ജമായിരിക്കുമല്ലോ. ഇനി അധികം വൈകാതെ തന്നെ BJPയുടെയും കോൺഗ്രസിന്റെയും UDFന്റെയും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന് കരുതാം, അല്ലേ? തീർച്ചയായും. കൃത്യമായി പറഞ്ഞാൽ 40 ദിവസമാണ് ഇനി കേരളത്തിൽ പരസ്യ പ്രചരണത്തിന് അവസാനിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇടതുമുന്നണി അതിന്റെ പരസ്യ പ്രചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്നലെ മുതൽ റോഡ് ഷോ പോലെയുള്ള പരസ്യ പ്രചരണ രീതികളുമായി മുന്നോട്ട് പോകുന്നു. കൺവെൻഷനുകളുടെ ദിവസം നിശ്ചയിച്ച് അതിന്റെ നടപടിക്രമങ്ങളും ഇടതുമുന്നണി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് വെല്ലുവിളിയാവുന്നത് കോൺഗ്രസിനും BJPയുമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം. കാരണം ഇനിയുള്ള ചർച്ചകൾക്ക് ഒരു സമയവും കളയാനില്ല. ഇന്ന് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി സംസ്ഥാനത്തെ നേതാക്കൾ ഡൽഹിയിലെത്തും. അല്പസമയത്തിനുള്ളിൽ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹം ഡൽഹിക്ക് തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും നമുക്ക് അല്പസമയത്തിനുള്ളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് അടുത്ത 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും എന്ന് ഔദ്യോഗികമായി തന്നെ അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പൂർത്തിയാക്കുകയും ചെയ്യും. ഇനി ശ്രദ്ധ BJP ക്യാമ്പിലേക്കാണ്. BJP ഏത് തരത്തിലാണ് ചർച്ചകൾ പൂർത്തിയാക്കുന്നത്? എന്തായാലും കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയുള്ളൂ. എങ്കിലും തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരുക്കങ്ങൾ അതിവേഗത്തിൽ തന്നെ ഇവർ കൊണ്ടുപോകും. പക്ഷേ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി പ്രചരണത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്തത് ഇവർക്കും വെല്ലുവിളിയാണ്. എന്തായാലും സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അതിന്റെ എല്ലാ ആവേശത്തിലേക്കും എത്തുന്ന ദിവസങ്ങളാണ് തൊട്ടു മുന്നിലുള്ളത്. മറ്റൊരു പ്രത്യേകത കാരണം ഇത്തവണ 40 ദിവസത്തെ പരസ്യ പ്രചരണത്തിനുണ്ട്. കനത്ത ചൂടാണ് സംസ്ഥാനത്ത്. മുൻകാലങ്ങളിൽ രേഖപ്പെടുത്താത്ത കടുത്ത വേനൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ വേനൽ ചൂടിന്റെ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കേണ്ടത്. മുന്നണികളെ എല്ലാവരെയും സ്ഥാനാർത്ഥികളെ എല്ലാവർക്കും ഇതൊരു കനത്ത തിരിച്ചടിയും വെല്ലുവിളിയുമാണ്. എന്തായാലും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം വരുന്ന മണിക്കൂറുകൾ തന്നെ അതിശക്തമായ
രീതികളിലേക്കും പരസ്യ പ്രചരണ രീതികളിലേക്കും കടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ചൂടിന്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷേ കേരളത്തിന് ഒരു അനുഗ്രഹമായിട്ട് ഒരു മൂന്നാം ഘട്ടത്തിലെങ്കിലും 40 ദിവസം പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങി നടക്കണം വെയിലത്ത് കൂടെ. അതാണ് ആ പ്രശ്നമുണ്ട് ആളുകൾക്ക് മുന്നിൽ. ഉണ്ണികൃഷ്ണൻ, അവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ്? ഒപ്പം ഈ പെരുമാറ്റച്ചട്ടം ഒക്കെ നിലവിൽ വന്നിരിക്കുകയാണ്. ഇനി സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് BJPയുടെ ഭരണകക്ഷിയുടെ ഒക്കെ വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോക്ക് ഏത് നിലക്കുള്ളതായിരിക്കും? എല്ലായിടത്തും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്ക്, ഭരണപരമായ കാര്യങ്ങളിലേക്ക് ഇനി തിരിയേണ്ടതില്ല. ഇനി പൂർണ്ണമായിട്ടും പൂർണ്ണസജ്ജമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയല്ലേ ചെയ്യുക? തീർച്ചയായും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള എല്ലാ ലക്ഷണങ്ങളും അത് വളരെ ചൂടുപിടിക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കണ്ടിരുന്നത്. BJP അത്തരത്തിൽ തിരഞ്ഞെടുപ്പിനായി എല്ലാ തരത്തിലും ഒരുങ്ങുന്നു. കോൺഗ്രസും ആ ഒരുക്കങ്ങൾ നടത്തി വരുന്നുണ്ടായിരുന്നു. എന്നാൽ BJP ഒരുപടി മുന്നിലായിരുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. കാരണം പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. പ്രധാനമന്ത്രി തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനായൊക്കെ ഓടി നടക്കുന്ന സാഹചര്യം. ഇപ്പോൾ ഇതാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന തൊട്ട് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയുടെ ആദ്യ പ്രതികരണവും വന്നിട്ടുണ്ട്. ട്വിറ്ററിലൂടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ആശംസകൾ നേരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല UPA കടന്നാക്രമിക്കാൻ കൂടി ആ അവസരം ഉപയോഗിച്ചിട്ടുണ്ട്. 2014 പൂർണ്ണമായ നിരാശയായിരുന്നു ജനങ്ങൾക്കുണ്ടായത്. എല്ലാ തരത്തിലും തകർന്നിരിക്കുന്ന സംവിധാനമായിരുന്നു. അവിടെ നിന്നും കുറെ മുന്നോട്ട് പോകാനും നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നരേന്ദ്രമോദി തന്റെ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷമുള്ള ആദ്യ ട്വീറ്റിലൂടെ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇനി ചൂടുപിടിക്കുക തന്നെ ചെയ്യും. പാർട്ടികൾ എല്ലാ തരത്തിലും സജ്ജരായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പ്രതീക്ഷിച്ചുകൊണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 5-ാം തീയതി തന്നെ പ്രഖ്യാപനം വന്നതുകൊണ്ട് അതിന് ആനുപാതികമായ രീതിയിൽ പ്രഖ്യാപനം വരുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാ തരത്തിലും തിരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ തുടങ്ങി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പാർട്ടികൾ കടന്നിരിക്കുന്നു. കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ആകട്ടെ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. മറ്റ് പ്രാദേശിക പാർട്ടികളൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പൂർണ്ണമായും തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിലുള്ള വിഷയങ്ങൾ തന്നെ ആകണമെന്നില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായി ഉന്നയിക്കപ്പെടുക. BJP പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷമുള്ള ദേശീയതാ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത്. ദേശീയതയും വികസനവും ഒരുപോലെ ഉയർത്തിക്കാണിക്കുക എന്നതാണ് അവരുടെ തന്ത്രം. കോൺഗ്രസ് ആകട്ടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ 5 വർഷം പ്രഖ്യാപിച്ച് നടപ്പാകാതെ പോയ കാര്യങ്ങളും വിശ്വാസവഞ്ചനയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണമാണ് ലക്ഷ്യമിടുന്നത്. തൊഴിലില്ലായ്മ, ഒപ്പം സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധി, കാർഷിക പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ, അതോടൊപ്പം റഫാൽ അഴിമതി ഒക്കെ ഉന്നയിച്ചുകൊണ്ട് BJPയെയും നരേന്ദ്രമോദിയെയും കടന്നാക്രമിക്കാൻ തന്നെയാകും പ്രതിപക്ഷത്തിന്റെ ശ്രമം. അതാണ് ശ്രീ ജേക്കബ് ജോർജ് തിരുവനന്തപുരത്ത് നമ്മോടൊപ്പം തുടരുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ച് നല്ല വ്യക്തത ഉണ്ടായിരിക്കുന്നു. 23-ാം തീയതി. ഇനി 40 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നിലുള്ളത് എല്ലാ മുന്നണികൾക്കും. 43-ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പിലേക്ക്, പോളിംഗ് ബൂത്തിലേക്ക് നമ്മുടെ വോട്ടർമാർ, നമ്മളടക്കമുള്ള ആളുകൾ പോകേണ്ടുന്ന ദിവസമാണ്. അതിനും ഒരു മാസം കാത്തിരുന്ന ശേഷം നമുക്ക് വിധി അറിയാനാവുകയും ചെയ്യും. എത്രത്തോളം സജീവമായിട്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ ആളുകളുടെ മുന്നോട്ട് വരവ് ഈ മുന്നണികളുടെയും മറ്റും? ഇനി UDF-ന് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചല്ലേ പറ്റൂ, അല്ലേ? UDF-നും BJP-ക്കും. അതെ, തീർച്ചയായിട്ടും UDF-നാണ് വലിയ വെല്ലുവിളി. കേരളത്തിലെ പ്രധാന മത്സരം ഇടതുമുന്നണിയും UDF-ഉം തമ്മിലാണ്. UDF ഇപ്പോഴും തീരുമാനത്തിലെത്തിയിട്ടില്ല. നാളെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് UDF-ന് അത്യാവശ്യമാണ്. BJP-ക്കും അതെ, ഒരു ഗവർണർ കുമ്മനം രാജിവെച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പോലും സീറ്റ് പ്രഖ്യാപനമായിട്ടില്ല. തീർച്ചയായിട്ടും BJP-ക്ക് അക്കാര്യത്തിൽ ഒരു അമാന്തമുണ്ടാവില്ല എന്ന് ആഗ്രഹിക്കാം, എന്ന് ആശിക്കാം നമുക്ക്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ഉത്സവം തന്നെയാണ്, ഒരു മഹോത്സവം തന്നെയാണ്. എല്ലാവരും, എല്ലാ വിഭാഗങ്ങളും പങ്കെടുക്കുന്ന, എല്ലാ ജനക്കൂട്ടങ്ങളും പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവമാണ്. അവിടെ ഒരു പണച്ചെലവിൻ്റെ വലിയ പ്രശ്നമുണ്ട്. ഈ സ്ഥാനാർത്ഥികൾക്ക് വലിയ പരീക്ഷണമായിരിക്കും. ഓരോ ദിവസം കഴിയുന്നതോറും ലക്ഷക്കണക്കിന് രൂപയായിരിക്കും ചിലവാക്കേണ്ടി വരിക. അപ്പോൾ അത്രയും പണം സമാഹരിക്കേണ്ടി വരും. അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ, സാധാരണ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഒരു ജേക്കബ് ജോർജ് തിരിച്ചു വരാം. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ, CPM സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഇടതുപക്ഷ മുന്നണിക്ക് ലോക്സഭയിൽ ലഭിക്കുക, പിന്നീട് അവിടെ അസംബ്ലിയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ 6 സീറ്റ് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപിച്ചിരുന്നത്. ദേശീയതലത്തിൽ ഇടതുമുന്നണി ഒരു ശക്തമായ സാന്നിധ്യമാകും. ദേശീയതലത്തിൽ ഇടതുമുന്നണി ഇത്തവണ ശക്തമായിട്ട് തിരിച്ചു വരും. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള തിരിച്ചടിയിൽ നിന്ന് ഇത്തവണ ഒരു മുന്നേറ്റമായിരിക്കും ഇടതുപക്ഷ മുന്നണിക്ക് ലഭിക്കാൻ പോകുന്നത്. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ അംഗസംഖ്യ വർദ്ധിക്കുന്നൊരു ഇലക്ഷനായിരിക്കും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണോ കുമ്മനം രാജശേഖരനെ ഗവർണർ സ്ഥാനത്ത് രാജിവെപ്പിച്ച് അവരും ഇങ്ങോട്ട് കൊണ്ടുവന്നത്?
അത്രയധികം ദാരിദ്ര്യമുള്ളത് കൊണ്ടാണ് ഒരു ഗവർണറെ തന്നെ BJP ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് ആളെ കിട്ടുന്നില്ലേ? ഒരു ഗവർണർ തന്നെ വേണോ അങ്ങനെയാണെങ്കിൽ BJPക്ക്? അതുകൊണ്ട് ഇതെല്ലാം വെറുതെ ബാലിശമായിട്ടുള്ള വാദഗതികൾ ഉന്നയിച്ച് BJPക്കാർ സ്വയം നാറണ്ട എന്നാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. ആലപ്പുഴയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്ന KC വേണുഗോപാൽ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു. ഏതെങ്കിലും ആരിഫ് ആയതുകൊണ്ടാണോ അത്തരത്തിൽ? അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, അതെല്ലാം അവരുടെ കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. KC വേണുഗോപാലും കോൺഗ്രസിൻ്റെ പ്രധാന നേതാവാണ്. അദ്ദേഹം ചിലപ്പോൾ ആലപ്പുഴയിൽ നിന്ന് മാറി വേറെ ഏതെങ്കിലും മണ്ഡലം, സുരക്ഷിത മണ്ഡലത്തിലേക്ക് പോകുന്നുണ്ടാകാം. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെയും സ്വന്തം കാര്യമാണ്. അതിൽ ഞങ്ങൾ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കൊല്ലത്തെ ഒരു പാർട്ടിയുടെ ഒരു അവലോകനം, കൊല്ലത്തെ സീറ്റിനെ സംബന്ധിച്ച് 10 വർഷമായിട്ട് കയ്യിൽ നിന്നും ഇല്ലാത്ത സീറ്റാണ്, പാർട്ടിയുടെ കയ്യിൽ പോയിരിക്കുന്ന സീറ്റാണ്. കൊല്ലം സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കും. അതിനുവേണ്ടി തന്നെയാണ് നല്ല നിലയിലുള്ളൊരു പോരാട്ടം ഇപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. സഖാവ് ബാലഗോപാലൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി ഇപ്പം തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഏത് സമയത്തും BJPയിലേക്ക് പോകാൻ പറ്റുന്ന ഒരാളെയാണ് UDF ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് നല്ല വിജയം ഇവിടെ കൊല്ലത്തിൽ ലഭിക്കും. സ്ഥാനാർത്ഥി പറഞ്ഞു. പൂർണ്ണമായും സജ്ജരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലും പുറത്തും എന്നാണ് സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. ദേശീയ തലത്തിലടക്കം പാർലമെന്റിൽ കൂടുതൽ സീറ്റുകൾ ഉണ്ടാകുന്ന നില ഇത്തവണ ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് തൊട്ടുശേഷം അദ്ദേഹം നടത്തിയ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ച ശേഷം പറഞ്ഞത്. കൊല്ലം സീറ്റ് തിരിച്ചുപിടിക്കും. NK പ്രേമചന്ദ്രൻ ഏത് സമയവും BJPയിലേക്ക് പോകാൻ ആഞ്ഞു നിൽക്കുന്ന നേതാവാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ആലപ്പുഴയെ വിട്ട് KC വേണുഗോപാൽ പോകുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് കൂടുതൽ സുരക്ഷിത മണ്ഡലം ഏതെങ്കിലും നോക്കി പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിയുകയായിരുന്നു. അപ്പോൾ ആലപ്പുഴ സുരക്ഷിത മണ്ഡലമല്ല KC വേണുഗോപാലിന് എന്ന കാര്യമാണ് കോടിയേരി ബാലകൃഷ്ണൻ അതിലൂടെ പറയാൻ ശ്രമിച്ചത്. ജേക്കബ് ജോർജ് നമ്മോടൊപ്പം തുടരുന്നു. ജേക്കബ് ജോർജ്, ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കുക എന്നതൊക്കെ ആദ്യഘട്ടത്തിൽ ഗുണം ചെയ്യുമെങ്കിലും അത് ഇടതുപക്ഷം എല്ലാ കാലത്തും അത് ചെയ്യാറുള്ളതാണ്. പക്ഷെ അത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഭാഗത്തേക്ക് ഈ 23-ാം തീയതി വോട്ടിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ അതൊന്നും പരിഗണിച്ചിട്ടല്ലല്ലോ ആളുകൾ അങ്ങോട്ട് ചെല്ലുക. അതുകൊണ്ട് ഈ മുന്നേറ്റം, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൊക്കെ ഉണ്ടായ മുന്നേറ്റം അപ്പാടെ തന്നെയും നേട്ടമാകുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കരുതുന്നുണ്ടാകില്ല, അല്ലേ? ശ്രീ ജേക്കബ് ജോർജ്. കേട്ടില്ല സനീഷ്, ഒന്നും കൂടെ. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ലാതെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇടതുപക്ഷം അതിനൊരു മുന്നേറ്റം കാണിച്ചിട്ടുണ്ട്. മറ്റു രണ്ട് മുന്നണികളും പിന്നിലാണ്. പക്ഷെ അതായിരിക്കില്ല പ്രധാനമായിട്ടും, അതൊന്നും പരിഗണിച്ചായിരിക്കില്ല ആളുകൾ വോട്ട് ചെയ്യാൻ പോവുക എന്ന്, അല്ലേ? അല്ല, എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യം എത്തുക, അത് പറ്റിയ സ്ഥാനാർത്ഥികളെ നിർത്തുക, അവിടെയാണ് ഒരു 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 ഗുഡ് ബിഗിനിങ് എന്ന് പറയുന്നത്. നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. CPM ഇക്കാര്യത്തിലെ ഒരുപടി മുമ്പിലെത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, പല മണ്ഡലങ്ങളിലും ഇപ്പം കൊല്ലത്തെ നേരത്തെ ഇപ്പം കോടിയേരി ചൂണ്ടിക്കാട്ടിയതുപോലെ KN ബാലഗോപാൽ, അവിടെ പ്രേമചന്ദ്രനെതിരെ CPMന് നിർത്താവുന്ന ഏറ്റവും പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ്. രാഷ്ട്രീയമായിട്ട് CPMന് അനുകൂലമായ ഒരു സാഹചര്യമാണ്. അവിടെ പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ CPMന് അതൊരു അട്ടിമറി വിജയം തന്നെയായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഘടകം നോക്കിയേ, ഇത് പ്രേമചന്ദ്രൻ ഇതാ BJPയിലേക്ക് പോകാൻ തുടങ്ങുന്ന ആളാണ് എന്ന് വരെ കോടിയേരി പറഞ്ഞു വെച്ച് കഴിഞ്ഞു. അതായത് എല്ലാ തരത്തിലും പ്രചാരണത്തിലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും CPM ഒരു മുൻകൈ നേടിക്കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിനെ ഒട്ടും പിന്തള്ളേണ്ട കാര്യമില്ല. കോൺഗ്രസ്സിന് അതിൻ്റേതായ ഒരു ശക്തിയുണ്ട്, അതിൻ്റേതായ ബലമുണ്ട്, അതിൻ്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ 2 സ്ഥാനാർത്ഥികൾ, കേരള കോൺഗ്രസിൻ്റെ 1 സ്ഥാനാർത്ഥി, എല്ലാം കൊണ്ടും അതൊക്കെ സ്ഥാനാർത്ഥികൾ ആകുമ്പോഴത്തേക്ക് കാര്യങ്ങൾ വളരെ ഉഷാറാവും. ഒരു കാര്യമുണ്ട്, CPM ഒരു വളരെ സ്ട്രാറ്റജിക്കായിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസിന് അതൊരു വെല്ലുവിളിയായിരിക്കുകയാണ്. മാത്രമല്ല കോൺഗ്രസിനും അതനുസരിച്ച് ഇപ്പം പത്തനംതിട്ട പോലെയുള്ള, ആലപ്പുഴ പോലെയുള്ള സീറ്റുകളിൽ കോൺഗ്രസ് വളരെ ജാഗ്രതയോടുകൂടി വയനാട് ഉദാഹരണത്തിന്, അതുപോലെയുള്ള സീറ്റുകളിൽ വളരെ ജാഗ്രതയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അവരിപ്പോൾ നേരിടുന്ന അവസാന നിമിഷത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോട് സംസാരിച്ചതിന്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഏത് ദിവസമാണ് വോട്ടെടുപ്പ് എന്ന കാര്യം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഏപ്രിൽ 23-ാം തീയതിയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുക. നമ്മുടെ വോട്ടർമാർക്ക്, നമ്മളടക്കമുള്ള ആളുകൾക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടുന്ന ദിവസം, ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയിൽ പങ്കാളികളാകാനുള്ള ദിവസം അന്നാണ് ഏപ്രിൽ 23-ാം തീയതി. കൃത്യം 43 ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. 43-ാമത്തെ ദിവസം നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ 40 ദിവസം മാത്രമേ ഉള്ളൂ ഇനി
പരസ്യ പ്രചാരണത്തിന് എല്ലാ മുന്നണികൾക്കും. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ് ഇതിനകം സ്ഥാനാർത്ഥികളെല്ലാം പ്രഖ്യാപിച്ച് മത്സര രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. UDFും BJPയും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. വേഗത്തിൽ തന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള ധാരണയുണ്ടാകും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇന്നിപ്പോൾ ആലപ്പുഴയിൽ മത്സരിക്കാനില്ല എന്ന് KC വേണുഗോപാൽ സിറ്റിംഗ് MP പ്രഖ്യാപിച്ച കാര്യങ്ങൾ കൂടെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആലപ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളായിരിക്കും വരിക എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വളരെ പ്രധാനമായിട്ടുള്ളത്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ്. എല്ലാ സ്ഥാനാർത്ഥികളും വളരെ ആകാംക്ഷയോടെയാണ് മറ്റ് നേതാക്കളെ പോലെ രാഷ്ട്രീയ കേരളത്തെ ആകെ പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനായി കാത്തിരുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ എറണാകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി P. രാജീവ് ന്യൂസ് 18നോട് സംസാരിച്ചു. അതിലേക്ക്. രാജ്യം ആകാംക്ഷയോടെ കാത്തിരുന്ന പൊതു തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വന്നിരിക്കുന്നു. തീയതി കുറിച്ചിരിക്കുന്നു. അംഗത്തിന് എറണാകുളം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി ശ്രീ P. രാജീവ് ഒപ്പമുണ്ട്. തീയതി വന്നിരിക്കുന്നു. എന്താണ് ഇപ്പോൾ? ഏകദേശം പ്രതീക്ഷിച്ച രൂപത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ തീയതി വന്നിരിക്കുന്നത്. ഒന്നാം ഘട്ടമാണ് കരുതിയിരുന്നത്. വിഷുവിനും ഈസ്റ്ററിനെല്ലാം മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് വരുമെന്നാണ് കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മൂന്നാം ഘട്ടത്തിലാണ്. ഏപ്രിൽ 23-നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വ്യക്തികളെല്ലാം പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം പോയിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഏപ്രിൽ 23 ആകുമ്പോൾ അത്യാവശ്യം ഈ മണ്ഡലത്തിൽ പൊതുവായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സമയം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അവധിക്കാലമാണ്, ഒപ്പം ഉത്സവകാലമാണ് മലയാളികൾക്ക് ഈ ഏപ്രിൽ 23-നോടനുബന്ധിച്ചുള്ള ദിവസങ്ങളൊക്കെ. ഈ ദിവസങ്ങളിൽ തന്നെ ആകുമ്പോൾ കൂടുതൽ ആളുകളെ കാണുന്നതിനുമൊക്കെ ഉള്ളൊരു സൗകര്യം ലഭിക്കുമെന്നൊരു അല്ല, ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും മുഴുവൻ വോട്ടർമാരെയും കാണുക എന്നുള്ളത് അസാധ്യമായിരിക്കും. എന്നാൽ പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്താനായിട്ട് ഈ സന്ദർഭം സഹായകരമായിരിക്കും. പിന്നെ പരീക്ഷ ചൂടെല്ലാം കഴിഞ്ഞ് ഒരു വെക്കേഷൻ ആകുമ്പോൾ പുതിയ തലമുറയ്ക്ക് കുറച്ചുകൂടി വോട്ടവകാശമുള്ള കുട്ടികൾക്ക് കുറേ കൂടി റിലാക്സ്ഡ് ആയിട്ട് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കും. എന്നാൽ വിഷുവും ഈസ്റ്ററും എല്ലാം വരുന്നു എന്നുള്ളത് കൊണ്ട് ആ സന്ദർഭത്തിൽ പ്രവർത്തനത്തിന് സാധാരണഗതിയിൽ ചില പരിമിതികളുണ്ടായിരിക്കും. നല്ല ചൂടുള്ള സമയമാണ്. കേരളം ഒരു പ്രളയത്തിന് ശേഷം വല്ലാതെ ഉരുകാനിടയുണ്ട് എന്ന പ്രവചനങ്ങളൊക്കെ ഉള്ള സന്ദർഭമാണ്. എതിരാളിയെക്കുറിച്ച് ഇനി ഒരു കൃത്യമായ ചിത്രം ലഭിച്ചിട്ടില്ല. സിറ്റിംഗ് MP മത്സരിക്കുമോ അതോ സിറ്റിംഗ് MLA മത്സരിക്കുമോ തുടങ്ങിയ ആശയക്കുഴപ്പങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും ആണ് എതിരാളി? അതിലിപ്പോൾ ആരെതിരാളി എന്നതല്ല ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വാട്ട് ക്യാൻ ഐ ഡു? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ജനങ്ങൾ എന്നിൽ ഒരു വിശ്വാസം അർപ്പിക്കുകയാണെങ്കിൽ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഈ നാടിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? പാർലമെൻറ്റിനകത്തും മണ്ഡലത്തിന് വേണ്ടിയും എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുന്നത്? എന്താണ് ഓരോ പ്രശ്നങ്ങൾക്കകത്ത് നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? അപ്പോൾ നേരത്തെ ഉണ്ടായ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അത്തരം ഒരു ചർച്ച കുറേ കൂടി പോസിറ്റീവായിട്ടുള്ള, കുറേ കൂടി ക്രിയാത്മകമായ അല്ലെങ്കിൽ കുറച്ചുകൂടി സർഗാത്മകമായ, വേണമെങ്കിൽ സംവാദമുള്ള ഒരു ചർച്ച, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി കൂടി പ്രഖ്യാപിച്ചതോടുകൂടി ഇടത് ക്യാമ്പ് കൂടുതൽ ആവേശത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. എറണാകുളത്തു നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. അതേസമയം മത്സരിക്കാനില്ല എന്ന പ്രഖ്യാപനത്തിന് ഇന്നത്തെ ദിവസമാണ് KC വേണുഗോപാൽ തെരഞ്ഞെടുത്തത്. പാർട്ടി ഏൽപ്പിച്ച നിരവധി ഉത്തരവാദിത്തങ്ങളുടെ തിരക്കുകൾ ഉള്ളതിനാലാണ് മത്സരിക്കാത്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. സംഘടനാ തിരക്കുകൾക്കിടയിൽ മത്സരിക്കുന്നത് വോട്ടർമാരോടുള്ള നീതികേടാവും. ഇക്കുറി മത്സരത്തിനില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം ഡൽഹിയിൽ പറഞ്ഞു. പാർട്ടി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനിടയിൽ ആലപ്പുഴയിൽ മത്സരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഡൽഹിയിലിരുന്നുകൊണ്ട് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുക എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടർമാരോട് കാണിക്കുന്ന ഒരു നീതികേടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തിപരമായി എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതൊക്കെ ഉണ്ടാകാം. പക്ഷേ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള പാർട്ടി താല്പര്യമാണെന്നുള്ളത് കൊണ്ട് ആലപ്പുഴയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണ്. TJ ശ്രീലാൽ ചേരുന്നു എന്നോടൊപ്പം. ശ്രീലാൽ, ഇവിടെ വ്യക്തിപരമായിട്ട് എനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും എന്നൊരു വാചകം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. ഇതോടുള്ള പ്രതികരണമായിട്ട് CPM സംസ്ഥാന സെക്രട്ടറി പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ സുരക്ഷിത മണ്ഡലം തേടിയായിരിക്കാം എന്ന സൂചന കൂടി അദ്ദേഹം നൽകുകയുണ്ടായി. ഈ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കില്ല, പക്ഷേ മറ്റെവിടെയെങ്കിലും മത്സരിച്ചേക്കാൻ സാധ്യതയുണ്ടോ? ഇല്ല സനീഷ്, ഇത്തവണ KC വേണുഗോപാൽ മത്സരരംഗത്ത് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം യാതൊരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പറഞ്ഞത്. അതിന്റെ കാരണം പറഞ്ഞത് തിരക്കാണ്. സ്ഥാനാർത്ഥി നിർണയം, എല്ലാ സംസ്ഥാനങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള നടപടികൾ ഒക്കെ നേതൃത്വം നൽകേണ്ടതുണ്ട്. അവിടെയെല്ലാം ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി വേണം. അത് കഴിഞ്ഞാൽ ഈ സംസ്ഥാനങ്ങൾക്ക് ഇവർക്ക് ഓരോ സ്ഥാനാർത്ഥിക്കും ഈ കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ മത്സരിക്കുന്നതിന് ആപ്ലിക്കേഷൻ നൽകേണ്ടതുണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. അത്
പാർട്ടി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് ഒപ്പിട്ട് നൽകേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കുമുള്ള ഈ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യണം. ഇങ്ങനെ ഒരു നിരവധി തിരക്കുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തവണ മത്സരിക്കാനില്ല എന്ന് തീരുമാനിച്ചത്. അല്ലാതെ ആലപ്പുഴ മണ്ഡലം മാറുന്ന അങ്ങനെ ഒരു ആലോചന മുമ്പ് കേട്ടിരുന്നു, വയനാട് പോലുള്ള സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറാനുള്ള ആലോചനയുണ്ട് എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. കെ സി വേണുഗോപാൽ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. രാജ്യസഭ തുടങ്ങിയുള്ള നിരവധി ഘട്ടങ്ങൾ ഇനി വരാൻ പോകുന്നല്ലേ ഉള്ളൂ സജി. അതുകൊണ്ട് ഇത്തവണ മത്സരിച്ചേ തീരൂ എന്നുള്ള നിർബന്ധവുമില്ല. തീർച്ചയായും അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്താണ് അവിടെ ഇരിക്കുന്നത്. ഇതിൽ എല്ലായിടത്തുമുള്ള വിജയം അദ്ദേഹത്തിന്റെ വിജയമായിരിക്കും. ഏതായാലും കെ സി വേണുഗോപാൽ മത്സരിക്കാനില്ല എന്നതടക്കമുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. NK പ്രേമേന്ദ്രൻ BJPയിലേക്ക് പോകാനുള്ള ആളാണല്ലോ എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയാണ് ഇന്നത്തെ പ്രഖ്യാപനത്തിന് ശേഷം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലുടനീളം പ്രേമേന്ദ്രനെതിരെ ഏറ്റവും അധികം ഉന്നയിക്കാൻ പോകുന്ന ഒരു ആരോപണവും അത് തന്നെയാകും. അതിന് തടയിടുക എന്നുള്ളതാകും പ്രേമേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിലുടനീളം ഉണ്ടാകാൻ പോകുന്ന വലിയ അതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതേക്കാൾ കൂടിയ ആരോപണങ്ങളും പ്രസ്താവനകളും കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. 23-ാം തീയതിയാണ്, ഏപ്രിൽ 23-ാം തീയതിയാണ് നമ്മൾ വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തുകളിലേക്ക് പോകേണ്ടത്. ഏപ്രിൽ 23 വരെ ഇനി 42 ദിവസങ്ങൾ, 43 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. 40 ദിവസം കടുത്ത ചൂടിലും വെയിലും രാഷ്ട്രീയ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും സ്ഥാനാർത്ഥികൾക്ക്, നേതാക്കൾക്ക്, ഒപ്പം സാധാരണ അണികൾക്ക്. കേരളം രാജ്യത്തെ എമ്പാടെയും പോലെ കേരളം അതിശക്തമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഇറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, വോട്ട് തീയതിയുടെ പ്രഖ്യാപനം അല്പം നേരം മുമ്പാണ് ഉണ്ടായത്.